ജസ്റ്റിസ് കമാൽ പാഷ, അങ്ങ് വളരെ നല്ല ജഡ്ജിയായിരുന്നു, വളരെ നല്ല മനുഷ്യനാണ്. അങ്ങ് പറയുന്ന കാര്യങ്ങൾ ഇനി പറഞ്ഞോണേ. ഞാൻ അങ്ങയുടെ വലിയൊരു അഡ്മയറാണ്. ആദ്യത്തെ ഒന്ന് ക്ലാരിഫൈ ചെയ്തോട്ടെ. ഞാൻ ടീച്ചറെ വളരെ സുഹൃത്താണ്, ടീച്ചറെ വലിയ അഡ്മയറുമാണ്. പക്ഷേ ടീച്ചറെ ചരിത്രം ഇങ്ങനെ വൈറ്റ് വാഷ് ചെയ്യരുത്. ടീച്ചർ പറയുന്നതനുസരിച്ച് ഇന്ന് പറച്ചിൽ കേട്ടാൽ ലെനിനും മാവോയും ഒക്കെ മാർപ്പാപ്പ ആകേണ്ട ആൾക്കാരാണെന്ന വിധത്തിലാണ് ടീച്ചറിൻ്റെ പറച്ചിൽ. നടന്നോട്ടെ, അടുത്ത പ്രാവശ്യം ടീച്ചർ പോകുമ്പോൾ അവരുടെ കയ്യിലൊരു കുരിശും ഒരു കൊന്തയൊക്കെ ഒന്ന് അവരുടെ പ്രതിമയിലൊന്ന് ഇട്ടേര് കേട്ടോ. അപ്പോൾ അവരെ നമുക്ക് നല്ല ക്രിസ്ത്യാനികളാക്കാം. രണ്ടാമത് ഹിറ്റ്ലറുടെ സാമ്രാജ്യത്തെയും ഫ്യൂററെയും അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തെയൊക്കെ നമ്മുടെ BJP ആണ് താരതമ്യപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ, ടീച്ചറെ എന്തൊക്കെ കാര്യങ്ങൾ ഇന്ത്യയിലെ പാവങ്ങൾക്ക് വേണ്ടി ആർക്കെങ്കിലും ഇത്രയും കാര്യം ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ? BJP സാധിച്ചിട്ടുണ്ടോ? സാധിച്ചിട്ടില്ല. അങ്ങനെ ഒരു ഭരണമാണ് ഇവിടെ നടക്കുന്നത്. ടീച്ചർ ഇവിടെ പ്രശ്നങ്ങളുണ്ടാകും. ഇത്രയും വലിയൊരു രാജ്യത്ത്, നമ്മുടെ കേരളത്തിൽ തന്നെ എന്തോ ഒരു പൊട്ടിത്തെറികൾ നടക്കുന്നത്. കഴിഞ്ഞ ദിവസം പാലക്കാട്ട് കണ്ടില്ലേ, ഒരു ഗസ്റ്റ് വർക്കറെ അവിടെ മലയാളി, ഇത്രയും വിദ്യാഭ്യാസമുള്ള മലയാളികൾ തല്ലിക്കൊന്നു ഇല്ലേ? ഏസോ ടീച്ചറെ, ഇത്രയും വിദ്യാഭ്യാസമുള്ള രാജ്യത്ത്. അപ്പോൾ ഈ വിദ്യാഭ്യാസമില്ലാത്ത ഇന്ത്യയിൽ പ്രശ്നങ്ങളുണ്ടാവില്ലേ? ആ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അത് മൊത്തം എടുത്ത് മോദിയുടെ തലയിലും മറ്റേ BJPയുടെ തലയിൽ വെക്കണോ? യെസ്, ക്രിസ്ത്യാനികൾക്കെതിരെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ട്, അതൊരിക്കലും നടക്കരുത്, നടന്നുകൂടാ. മുസ്ലിങ്ങൾക്കെതിരെ ആക്രമണം ഉണ്ടാകുന്നുണ്ട്, അത് നടന്നുകൂടാ. ഹിന്ദുക്കൾക്കെതിരെ ഉണ്ടാകുന്നില്ലേ, അത് നടന്നുകൂടാ. ഇതൊക്കെ സംഭവിക്കാത്ത കാര്യങ്ങളാണ്, സംഭവിക്കരുത് ഒരിക്കലും. ഞാൻ ഒരു ഉറുമ്പിനെ പോലും കൊല്ലുന്ന ആളല്ല. ഞാൻ തോക്കും കൊണ്ട് നടക്കുന്ന ആളാണെങ്കിലും ശ്രീധരനാഥ്ജി, ഞാൻ ഒരു ഉറുമ്പിനെ പോലും കൊല്ലാറില്ല. ഞാൻ സമാധാനപരമായി എല്ലാവരും ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പം ഞാൻ എന്ത് നടന്നാലും മോദിയെ സപ്പോർട്ട് ചെയ്തില്ല. നല്ല ഭരണം നടക്കുമ്പോൾ, അത് പറഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യും. അതാണ് അതിൻ്റെ കാര്യങ്ങൾ. കേരളത്തിൽ ഇവിടെ തിരുവഞ്ചൂർ പറഞ്ഞ കാര്യം, തിരുവഞ്ചൂർജി അങ്ങ് രാഷ്ട്രീയത്തിൽ വന്നൊരു എത്ര വർഷമായെന്ന് എനിക്കറിയത്തില്ല, 50 വർഷമെങ്കിലും ആയി മിനിമം. തിരുവഞ്ചൂർജി, താങ്കൾ അവിടെ വെച്ചിരിക്കുന്ന, താങ്കൾ പറഞ്ഞു ഞാൻ എങ്ങോട്ടും നോക്കുന്നില്ല എന്ന്. ഞാൻ കോട്ടയത്ത് ശീമാട്ടി ജംഗ്ഷനിൽ ചെന്നപ്പോൾ അങ്ങ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആകാശപാത കണ്ടു. തിരുവഞ്ചൂർജി, അങ്ങ് ആകാശപാതയെ മുടക്കിയ പൈസ ഉണ്ടായിരുന്നെങ്കിൽ കോട്ടയത്ത് ഒരു 5000 ചെറുപ്പക്കാർക്കെങ്കിലും തൊഴിൽ കൊടുക്കാമായിരുന്നു. താങ്കൾ എന്തൊക്കെയാണ് തിരുവഞ്ചൂർ അവിടെ കോട്ടയത്തിന് ചെയ്തിരിക്കുന്നത്? താങ്കൾ ഒരു ഇൻഡോർ സ്റ്റേഡിയം അവിടെ ഉണ്ടാക്കി വെച്ചു. അതൊന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ ഒരു 500 പേർക്കെങ്കിലും തൊഴിൽ കൊടുക്കാൻ. ശ്രീ കണ്ണന്താനം, അദ്ദേഹത്തിന്റെ ആകാശപാതയുടെ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ മറുപടി ഉണ്ട്, അദ്ദേഹം പറയട്ടല്ലേ? രാജാവാ ശ്രീ തിരുവഞ്ചൂർ പറയും. അതാ പറഞ്ഞ അവിടെ നമുക്ക് പയറ് നമുക്ക് പടലും ഇതുണ്ടല്ലോ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.